സർ, വെള്ളാപ്പള്ളി നടേശൻ ഒരു പുതിയ പ്രസ്താവനയുമായി രംഗത്തെത്തിയിട്ടുണ്ട്. മുസ്ലിം സമൂഹം സംഘടിതമായി നിന്നുകൊണ്ട് സകല ആനുകൂല്യങ്ങളും കൈപ്പറ്റുന്നു എന്നുള്ളതാണ് അദ്ദേഹം പറഞ്ഞിരിക്കുന്നത്. ഇതിൽ യാഥാർത്ഥ്യമുണ്ടോ? തീർച്ചയായിട്ടും അദ്ദേഹം പറഞ്ഞതൊരു പച്ചയായ യാഥാർത്ഥ്യമാണ്. സംഘടിത വോട്ട് ബാങ്ക് ഉള്ളവരുടെ കയ്യിലാണ് ജനാധിപത്യം. ഇത് വളരെ സിമ്പിൾ ആയിട്ടുള്ള ഒരു വസ്തുതയാണ്. സംഘടിച്ച് വോട്ട് ചെയ്ത് കൂടുതൽ ജനപ്രതിനിധികളെ ആര് സൃഷ്ടിക്കുന്നോ അവരുടെ കയ്യിൽ അധികാരം പോകും. അതിന്റെ പേരാണ് ജനാധിപത്യം. ആർക്കും തെറ്റു പറയാൻ പറ്റില്ല. തെരഞ്ഞെടുപ്പ് വരുമ്പോ ഇവിടുത്തെ മുസ്ലിങ്ങൾ, മുസ്ലിം ലീഗ് ആണെങ്കിലും കോൺഗ്രസോ കമ്മ്യൂണിസ്റ്റോ ആണെങ്കിലും SDPI ആണെങ്കിലും അല്ലെങ്കിൽ മറ്റേതെങ്കിലും ഒരു പാർട്ടി ആണെങ്കിലും ജമാഅത്തെ ഇസ്ലാമി ആണെങ്കിലും അവരെല്ലാം ഒറ്റക്കെട്ടായിട്ടാണ് വോട്ട് ചെയ്യുക. എന്നാൽ ക്രൈസ്തവരെ 13 സഭകളാണുള്ളത്. ക്രൈസ്തവർക്ക് പണ്ടൊക്കെ ഐക്യമുണ്ടായിരുന്നെങ്കിലും ഇപ്പോ ഈ 13 സഭകളും 13 അഭിപ്രായമായിട്ട് ഛിന്ന ഭിന്നമായിട്ടാണ് നിൽക്കുന്നത്. ഹിന്ദുക്കളിലുള്ളത് അത് 316 അഭിപ്രായമായിട്ടാണ് നിൽക്കുന്നത്. അപ്പോൾ വളരെ എളുപ്പമാണ്. മുസ്ലിം സമൂഹത്തിന് സംഘടിതമായ വോട്ട് ബാങ്ക് ഉപയോഗിച്ചുകൊണ്ട് കൂടുതൽ ജനപ്രതിനിധികളെ സൃഷ്ടിക്കാനും ആ ജനപ്രതിനിധികളെ ഉപയോഗിച്ച് ജനാധിപത്യം സ്വന്തമാക്കാനും വളരെ ഈസിയാണ്. ഈ വസ്തുതയാണ് വെള്ളാപ്പള്ളി നടേശൻ ചൂണ്ടിക്കാണിച്ചത്. ഇത് മുസ്ലിങ്ങൾക്കെതിരായിട്ടുള്ള ഒരു പ്രസ്താവനയായിട്ട് ഞാൻ കാണുന്നില്ല. മറിച്ച് സംഘടിത മുസ്ലിം നേടിക്കൊണ്ടിരിക്കുന്ന നേട്ടങ്ങൾ മറ്റുള്ള സമൂഹവും മനസ്സിലാക്കേണ്ടതുണ്ട്. ആവശ്യമായ തിരുത്തൽ നടപടികൾ എടുത്തില്ല എങ്കിൽ സംഘടിത വോട്ട് ബാങ്ക് ഉള്ളവർ സംസ്ഥാനം കൊണ്ടുപോകും എന്നാണ് വെള്ളാപ്പള്ളി നടേശൻ പറഞ്ഞതിന്റെ അർത്ഥം. പക്ഷേ ഗവൺമെന്റ് മേഖലയിലെ ജോലികളുടെ കണക്കൊക്കെ നമ്മൾ എടുക്കുമ്പോൾ അവർക്ക് 11-12% മാത്രമല്ലേ ഉള്ളൂ. അപ്പൊ ഈ കണക്കൊക്കെ പൊരുത്തക്കേടുകളുണ്ടോ ഇതിലൊക്കെ? ഗവൺമെന്റ് ജോലി മാത്രമല്ലല്ലോ ഗവൺമെന്റിൽ നിന്ന് കിട്ടുന്ന ആനുകൂല്യം. ഗവൺമെന്റ് ജോലി വേണമെങ്കിലല്ലേ ആർക്കും ചെയ്യാൻ പറ്റുള്ളൂ. ഇപ്പോൾ വൻതോതിൽ ഗവൺമെന്റ് ജോലിയിലേക്ക് മുസ്ലിങ്ങൾ കടന്നു വന്നുകൊണ്ടിരിക്കുകയാണ്. ഏതൊരു ഓഫീസിൽ ചെന്നാലും തട്ടവിട്ട വനിതകളെ നമുക്ക് ധാരാളമായിട്ട് കാണാം. അപ്പോൾ മുസ്ലിങ്ങൾ ഔദ്യോഗികമായി സർക്കാർ സംവിധാനത്തിനകത്ത് ജോലിക്കാരായിട്ട് വൻതോതിൽ കടന്നുകൂടുന്നുണ്ട്. ഇനി അവിടെ സംഖ്യ കുറവുണ്ട് എന്നിരിക്കട്ടെ, അതിന്റെ അർത്ഥം അവർക്കത് വേണ്ട എന്നുള്ളത് കൊണ്ടാണ്. പക്ഷെ അതല്ല, കേരളീയ സമൂഹം ഗവൺമെന്റിന്റെ ഖജനാവിൽ നിന്ന് വരുന്ന പണം ലോണായിട്ടും ആനുമായിട്ടും സഹായധനമായിട്ടും പലിശ ഇളവ് ചെയ്തിട്ടും ലോൺ എഴുതിത്തള്ളിയിട്ടും മറ്റ് ആനുകൂല്യങ്ങൾ കൊടുത്തിട്ടും ഏറ്റവും കൂടുതൽ ആനുകൂല്യങ്ങൾ ലഭിക്കുന്ന ആർക്കാണ്? അത് തീർച്ചയായിട്ടും മുസ്ലിം സമൂഹത്തിനാണെന്ന് പച്ചയായ യാഥാർത്ഥ്യമാണ്. സ്കൂളുകൾ അനുവദിക്കുമ്പോൾ 33 സ്കൂളുകളാണ് മലപ്പുറം ജില്ലയിൽ മാത്രം അനുവദിച്ചത്. സ്വകാര്യ സ്കൂളുകളാണ്, പക്ഷെ ശമ്പളം കൊടുക്കുന്നത് സർക്കാരാണ്. ഇതൊന്നും കേരളം ചർച്ച ചെയ്യാറേയില്ല. ബാക്കിയുള്ളത് സ്കൂൾ അനുവദിക്കാത്ത എന്തുകൊണ്ടാണ്? ഈ ചോദ്യം ചോദിച്ചാൽ മുസ്ലിങ്ങൾ വിദ്യാഭ്യാസം ചെയ്യുന്നതിൽ നിങ്ങൾക്ക് അസൂയാണോ, അത് വർഗീയമാണ് എന്ന് പറഞ്ഞ് നേരിടും. അപ്പോൾ മുസ്ലിങ്ങൾ സർക്കാരിന്റെ ഖജനാവിനെ സ്വന്തമാക്കി കൊണ്ടുപോകുന്നു, അധികാരം കൊണ്ടുപോകുന്നു, പ്രോജക്റ്റുകൾ കൊണ്ടുപോകുന്നു. ഇത് വസ്തുതയാണ്. ഇത് ശരിക്കും പറഞ്ഞാൽ സമൂഹത്തിൽ വലിയ അസന്തുലിതാവസ്ഥ ഉണ്ടാക്കും. ജനാധിപത്യം ഒരു നോക്കുകുത്തിയായി മാറുകയും ചെയ്യും. ഇതൊരു അപരമത വിദ്വേഷത്തിന് കാരണമാവില്ലേ ഇത്തരത്തിലുള്ള പ്രസ്താവനകൾ? അപരമത വിദ്വേഷത്തിന് കാരണമാകുമോ എന്നുള്ളതല്ലല്ലോ, സത്യമാണോ അല്ലയോ എന്ന് അന്വേഷിക്കട്ടെ. ഇപ്പോ ഒരാൾ വന്ന് നമ്മുടെ വീട് കൊള്ളയടിച്ചു, ആ കൊള്ളയടിക്കുന്നവനെ നമ്മൾ അധിക്ഷേപിക്കുമ്പോൾ അവന്റെ മതത്തെ അധിക്ഷേപിച്ചു എന്ന് പറയുന്നതിന് തുല്യമാണ് ഈ ചോദ്യം. അതായത് മുസ്ലിം ആയതിന്റെ പേരിൽ എന്ത് തോന്നിവാസവും ചെയ്യാം, എന്ത് കൊള്ളയും ചെയ്യാം, ഖജനാവ് കുത്തി വാരിക്കൊണ്ട് പോകാം. ഇപ്പോൾ ക്രിസ്ത്യാനികൾ പറയുന്ന കാര്യം എന്താ? ന്യൂനപക്ഷങ്ങൾക്കുള്ള അവകാശങ്ങളുടെ 80% മുസ്ലിമും 20% ബാക്കി എല്ലാവർക്കും. ഇതിലും വലിയ ഭീകരമായ കൊള്ളയുണ്ടോ? ഇത് പറഞ്ഞു കഴിയുമ്പോൾ വർഗീയത പറയുന്നു എന്നുള്ള സ്ഥിരം പരിച എടുത്ത് ഉപയോഗിക്കുകയാണ്. അപ്പോ സത്യം തന്നെയാണ് വെള്ളാപ്പള്ളി തുറന്നു പറയുന്നത് അല്ലെ? ഇത് വെള്ളാപ്പള്ളി മാത്രമേ തുറന്നു പറയാൻ കഴിയുന്നുള്ളൂ എന്നുള്ളതാണോ ഒരു പോരായ്മ? വെള്ളാപ്പള്ളി ഒരു സമുദായ നേതാവ് എന്നുള്ള നിലയിൽ ഏറ്റവും വലിയ ഹിന്ദു സമുദായത്തിന്റെ നേതാവാണ്. ഹിന്ദുക്കളുടെ ഇടയിൽ 316 ജാതി സംഘടനകളുള്ളതിൽ ഏറ്റവും വലിയ ജാതി സംഘടനയാണ് മൊത്തം ജനസംഖ്യയുടെ 22% വരുന്ന, മലയാളിയുടെ മൊത്തം 22% വരുന്ന അദ്ദേഹത്തിന്റെ സ്വന്തം സമുദായമായ ഈഴവ സമുദായം. ആ ഈഴവ സമുദായത്തിന് വേണ്ടി അദ്ദേഹം ശബ്ദമുയർത്തേണ്ടി വരുന്നത്
ഏറ്റവും കൂടുതൽ കെടുതി അനുഭവിക്കുന്ന സമുദായമായി ഈഴവ സമുദായം മാറി എന്നുള്ളതുകൊണ്ടാണ്. അത് മുഴുവൻ ഹിന്ദുവിന്റെ ശബ്ദമാണ് അദ്ദേഹത്തിന്റെ നാവിലൂടെ പുറത്തു വരുന്നത്. മറ്റുള്ളവർക്ക് അത് പറയാനുള്ള ധൈര്യമില്ല. വെള്ളാപ്പള്ളിക്ക് ധൈര്യമുണ്ട്. ധൈര്യമുള്ളതുകൊണ്ട് അദ്ദേഹം സധൈര്യം സത്യം പറയുന്നു എന്ന് മാത്രം. എന്തുകൊണ്ടാണ് അവർക്ക് അങ്ങനെ ധൈര്യം ഇല്ലാത്തത്, ഈ രാഷ്ട്രീയ നേതാക്കന്മാർക്ക് ഇങ്ങനെ ധൈര്യമില്ലാത്തത്? കാരണം അങ്ങനെ ഒരു മുസ്ലിം ഭൂരിപക്ഷമായിട്ടില്ലല്ലോ കേരളം ഇതുവരെ. കേരളം മുസ്ലിം ഭൂരിപക്ഷം തന്നെയാണ്. ഭൂരിപക്ഷം എന്ന് പറയുന്നത് ജനസംഖ്യയുടെ അടിസ്ഥാനത്തിൽ ഏത് രാജ്യത്തോ ഏതെങ്കിലും ഒരു സംസ്ഥാനത്തോ മുസ്ലിങ്ങൾ 25% കഴിഞ്ഞാൽ ആ രാജ്യവും ആ സംസ്ഥാനവും അവരുടെ കീഴിലായിത്തീരും. അവിടുത്തെ ഭരണകൂടം, അവിടുത്തെ സമ്പത്ത്, അവിടുത്തെ വ്യവസായം, അവിടുത്തെ ബിസിനസ്, അവിടുത്തെ കൃഷി, അവിടുത്തെ വിദ്യാഭ്യാസം എന്ന് വേണ്ട സകല മേഖലകളും മുസ്ലിങ്ങൾ പിടിച്ചടക്കും. ഇത് ലോകത്തെമ്പാടുമുള്ള ഒരു സെനാരിയോ ആണ്. ഇത് തന്നെയാണ് കേരളത്തിൽ സംഭവിക്കുന്നത്. മുസ്ലിങ്ങൾ ഇപ്പോ 30%-അടുത്തെത്തി. പുതിയ സെൻസസ് വരുമ്പോൾ നമുക്ക് മനസ്സിലാവും 30% മുസ്ലിം ഉണ്ടാവും. അപ്പോ ആ 30% വരുന്ന കേരളത്തിലെ മുസ്ലിമിന് ബാക്കി 70% വരുന്നവരെ അടിമകളാക്കി ഭരിക്കാൻ പറ്റും. അതാണ് കേരളം പോയിക്കൊണ്ടിരിക്കുന്നത്. അപ്പൊ കേരളം ശരിക്കും ഒരു പൊട്ടൻഷ്യൽ ഉള്ള ഒരു പാകിസ്ഥാനായി മാറിക്കൊണ്ടിരിക്കുകയാണോ? കേരളം പാകിസ്ഥാനായി മാറിക്കൊണ്ടിരിക്കുകയല്ല, കേരളം പാകിസ്ഥാനായി മാറിക്കഴിഞ്ഞിരിക്കുകയാണ്. കേരളം ഭരിക്കുന്നത് ശരിക്കും പാകിസ്ഥാൻ തന്നെയാണ്. പാകിസ്ഥാന്റെ ഭരണകൂടം എങ്ങനെയാണോ ഒരു ശരീഅത്ത് നിയമം അവിടെ അടിച്ചേൽപ്പിച്ചുകൊണ്ട് ഇസ്ലാമിക ഭരണകൂടം നടപ്പാക്കിയിരിക്കുന്നത്, അതേപോലെ LDFന്റെയും UDFന്റെയും അകമഴിഞ്ഞ പിന്തുണയോടുകൂടി ഇവിടുത്തെ മീഡിയയുടെയും ബുദ്ധിജീവി സാംസ്കാരിക നായകന്മാരുടെയും പിന്തുണയോടുകൂടി ഈ രാജ്യത്തിനകത്തും പുറത്തു നിന്നുമുള്ള സാമ്പത്തിക സഹായത്തോടുകൂടി കൃത്യമായും ഇസ്ലാമികമായ ഭരണമാണ് ഇപ്പോൾ കേരളത്തിൽ നടന്നുകൊണ്ടിരിക്കുന്നത്. ഇപ്പോൾ ഞാൻ ചോദിക്കട്ടെ, മുസ്ലിം സ്കൂൾ എന്ന് എഴുതി വെക്കുന്നു. എന്താ കാര്യം എന്ന് ചോദിച്ചാൽ, അവിടെ പരിമിതമായ തോതിലെങ്കിലും മുസ്ലിങ്ങൾ പഠിക്കുന്നുണ്ടെങ്കിൽ ആ സ്കൂളിന്റെ പേര് മുസ്ലിം സ്കൂൾ എന്നാക്കണം. എന്നാൽ പൂർണ്ണമായ തോതിലോ 90%, 80% ക്രിസ്ത്യാനി പഠിക്കുന്ന സ്കൂളിന് ക്രിസ്ത്യൻ സ്കൂൾ എന്ന് പേരിടുന്നില്ല. ഹിന്ദു പഠിക്കുന്ന സ്കൂളിന് ഹിന്ദു സ്കൂൾ എന്ന് പേരിടുന്നില്ല. മുസ്ലിം സ്കൂളിന് വെറും സ്കൂളല്ല, സർക്കാരിന്റെ സ്കൂളിന് മുസ്ലിം സ്കൂൾ എന്ന് പേരിടണം. ഇത് പാകിസ്ഥാനിൽ പോലും ഇല്ലാത്തത്ര കടുത്ത ഇസ്ലാമിക വൽക്കരണമാണ്. അതുപോലെ തന്നെ പല ഗവൺമെന്റ് ഡിപ്പാർട്ട്മെന്റുകളുടെയും നിറം, ബോർഡിന്റെ നിറം ഒക്കെ പച്ചയായി മാറിക്കഴിഞ്ഞു. യൂണിഫോം പച്ചയായി മാറിക്കഴിഞ്ഞു. ഇതൊക്കെ കടുത്ത ഇസ്ലാമിക ഭരണത്തിന്റെ ലക്ഷണങ്ങൾ തന്നെയാണ്. മാത്രമല്ല നമ്മുടെ ഇസ്ലാമിക രാജ്യങ്ങളിൽ ഇല്ലാത്തത്ര ഇസ്ലാമിക വിശേഷ ദിവസങ്ങളും അവധികളും കേരളത്തിലുണ്ട്. ഇപ്പൊ ഗൾഫ് രാജ്യങ്ങളിൽ ഇല്ല, അവിടെ അധികം അവധിയൊന്നുമില്ല. അവിടെ ഉള്ളത് ചെറിയ പെരുന്നാള്, വലിയ പെരുന്നാള് മാത്രമേ ഉള്ളൂ അവധിയുള്ളൂ. ഇവിടെ ചെറിയ പെരുന്നാളിന് 2 അവധി, വലിയ പെരുന്നാളിന് 2 അവധി. ലോകത്തെല്ലായിടത്തും കാണുന്ന ചന്ദ്രനെ ഇവിടെ മാത്രം കാണാതെ വരുന്നത് കൊണ്ട് വേറെ ഒരു അഡീഷണൽ അവധി. ഇതും കഴിഞ്ഞ് നബിദിനം പിന്നൊരവധി. അങ്ങനെ എല്ലാവർക്കും അവധി കൂട്ടിക്കൊണ്ടിരിക്കുകയാണ്. ഏതെങ്കിലും മുസ്ലിം രാജ്യത്ത്, പാകിസ്ഥാനിൽ പോലും ഇത്രയും അവധിയില്ല, പക്ഷെ കേരളത്തിലുണ്ട്. അപ്പൊ കേരളം പാകിസ്ഥാനേക്കാൾ വലിയ ഇസ്ലാമിക രാജ്യം തന്നെയാണ്.